വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം. കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ മുമ്പ് ഇരുട്ടിൻ്റെ അധികാരത്തിലായിരുന്നു, എന്നാൽ നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് മാറി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നിങ്ങൾ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. ഇന്നലെ വരെ നിങ്ങൾ ആയിരുന്ന ഇടത്ത് നിന്ന് കർത്താവ് നിങ്ങളെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് കർത്താവിലാക്കി വെച്ചു. എൻ്റെ പ്രിയരെ, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ, നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്കിതൊന്നും നമുക്ക് മാനുഷിക ചിന്തയിൽ മനസ്സിലാക്കുക പ്രയാസം. നമ്മൾ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഏതോ ഫ്ലാറ്റിലോ ഏതോ വീട്ടിലോ അല്ലെങ്കിൽ പവർ വിഷൻ്റെ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ മരത്തണലുകളിലോ വാഹനത്തിലൊക്കെ എന്ന് നമ്മളെ നോക്കി പറയുമ്പോഴും വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ ദൈവം നമ്മളെ ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഇപ്പോൾ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ വേദപുസ്തകം പറയുന്നു, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ ശരീരം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മമനുഷ്യൻ ഇരിക്കുന്നത് ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ. അപ്പോൾ എവിടെ നിന്നോ ആയിരുന്ന നമ്മളെ തമ്പുരാൻ വിടുവിച്ച് എവിടെയോ ആക്കി മാറ്റി. കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ, പൗലോസിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ എന്ന് പറയേണ്ടി വരും. ഇൻ ക്രൈസ്റ്റ്. ഇന്നലെ വരെ ആയിരുന്ന ഇടത്ത് നിന്ന് നിങ്ങളെ ക്രിസ്തുവിലാക്കി വെച്ചു. വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും സകല അവകാശങ്ങളും നമ്മൾ പ്രാപിച്ചെടുക്കുന്നത് ക്രിസ്തുവിലാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടി ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ കൂടിയാണ് എൻ്റെ മേൽ വരുന്നത്. ഈ വേദപുസ്തകത്തിൽ കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും സകല സൗഖ്യങ്ങളും സകല അധികാരങ്ങളും നമ്മുടെ മേൽ വരുന്നത് ക്രിസ്തുവിൽ കൂടിയാണ്. ക്രിസ്തുവിലായിരിക്കുമ്പോൾ മാത്രമേ ഇതുവയ്ക്ക് നമ്മുടെ മേൽ നമുക്ക് ഇവയുമായി ആക്സസ് ഉള്ളൂ. പ്രിയരെ, പലപ്പോഴും പറയുകയല്ലേ, പാസ്റ്ററെ അത് സംഭവിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണം. ക്രിസ്തുവിലാണോ? നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ അതിന് അവകാശികളാണ്. അപ്പോൾ എവിടെ നിന്നോ മാറ്റി നമ്മളെ എവിടെയൊക്കെ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞ ആദമിൽ നിന്ന് ക്രിസ്തുവിലേക്ക്, ആദമിൽ നിന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് മാറ്റപ്പെട്ടു. വേദപുസ്തകം പറയുന്നു ഈ രണ്ട് ഇടത്ത് മാത്രമേ മനുഷ്യനുള്ളൂ. പ്രിയരെ, ഞാൻ മനുഷ്യരെ രണ്ടായി കാറ്റഗറൈസ് ചെയ്താൽ, ഒന്നിൽ ക്രിസ്തുവിലുള്ളവൻ അല്ലെങ്കിൽ ആദമിലുള്ളവൻ. ഇവിടെ ജാതീയ വേർതിരിവുകളോ മതത്തിന്റെ വേർതിരിവുകളോ ലിംഗത്തിന്റെ വേർതിരിവുകളോ ഒക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരു ആത്മീയന്റെ വേർതിരിവ് രണ്ട് രീതിയിലാണ്. ഒന്ന് ക്രിസ്തുവിൽ അല്ലെങ്കിൽ ആദമിൽ. വേദപുസ്തകം പറയുന്നു ആദമിൽ എങ്കിൽ എല്ലാവരും മരിക്കും. 1 കൊരിന്ത്യർ 15:22 വാക്യം ഇങ്ങനെ പറയുന്നു, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ. അപ്പോൾ ആദമിൽ എങ്കിൽ നമ്മൾ മരണത്തിന് വിധിക്കപ്പെട്ടവരാ. ഈ ലോകത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 ആത്മീയ കുടുംബങ്ങളാണുള്ളത്. ആദമിന്റെ കുടുംബവും ക്രിസ്തുവിന്റെ കുടുംബവും. ഭൂമിയിൽ ഓരോ മനുഷ്യനും ഈ 2 കുടുംബത്തിൽ ഒന്നിൽ ഉൾപ്പെടുന്നു. ഇതിന്റെ രണ്ടിൽ ഇടയിൽ ആരുമില്ല. ഒന്നുകിൽ ആദമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആദമിൽ ഉണ്ടാകുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യരാശിയുടെ പ്രതിനിധിയായ ആദം ദൈവത്തിനെതിരായി പാപം ചെയ്തു പോയപ്പോൾ മനുഷ്യരാശി മുഴുവനും അവരിൽ തകർന്നു വീണതുപോലെ ആദമിൽ എന്ന് പറയുമ്പോൾ ആ തകർച്ചയും വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം. അപ്പോൾ ബൈബിൾ പറയുന്നു, റോമാലേഖനം 5:12, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണവും സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ആ ആദമിലാകുക, ആദമിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? ആദത്തിൽ ആകുന്നു എന്നതിൻ്റെ അർത്ഥം ആത്മീയമായി മരിച്ചവർ. പ്രിയരെ, ദൈവത്തിൽ നിന്ന് വേർപെട്ടവർ, ദോഷത്തിന് അടിമ, ശിക്ഷയ്ക്ക് വിധേയൻ, നരകത്തിന്റെ വഴിയെ യാത്ര ചെയ്യുന്നവൻ. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. ആദമിൽ എന്ന് പറഞ്ഞാൽ പാപത്തിനടിമ, മരണത്തിന് വിധിക്കപ്പെട്ടവൻ, നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവൻ, ശാപത്തിന്. അപ്പോൾ ആദമിലായിരുന്ന നമ്മളെ
വേദപുസ്തകം പറഞ്ഞു ക്രിസ്തുവിലേക്ക് നമ്മൾ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം, രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിച്ചത് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ചായി. ഇപ്പോൾ നമ്മളോട് ചോദിക്കും, പാസ്റ്ററെ നിങ്ങൾ എവിടാ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ വിഷൻ സ്റ്റുഡിയോയിലാ എന്ന് പറയുന്നത് പോലെ ഒരു ആത്മമനുഷ്യൻ പറയും എവിടാണെന്ന് ചോദിച്ചാൽ ആദമിലായിരുന്ന ഞാൻ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ട് ക്രിസ്തുവിലായി. എന്റെ സ്പിരിച്വൽ പൊസിഷൻ, നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ. ഒരാത്മീയൻ അവന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്താൽ ഞാൻ ഇങ്ങനെ പറയും, അവൻ ക്രിസ്തുവിലായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അവന്റെ ആത്മീയ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ക്രിസ്തുവിലായിരിക്കും. അപ്പോൾ ആദമിൽ നിന്ന് ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഭൂമിയുടെ ഏതോ ഒരു ഭാഗത്തായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പിരിച്വൽ പൊസിഷൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാകുന്നു എന്നതിന്റെ അർത്ഥം, വേദപുസ്തകം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 15:22, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ എല്ലാവരും ക്രിസ്തുവിൽ ജീവിക്കപ്പെടും. അപ്പോൾ ആദമിൽ മരണം, ക്രിസ്തുവിൽ ജീവൻ. നോക്കിയേ, ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് ക്ഷമാപണമുണ്ട് പ്രിയരെ. ഇന്നലകളിൽ ആദമിൽ കൂടി തലമുറയായി കൈമാറി വന്ന പാപത്തിന്റെ ക്ഷമാപണം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലാണ്. ദൈവത്തോടുള്ള അനുരഞ്ജനം സംഭവിക്കുന്നത് ക്രിസ്തുവിലാണ്. ശാശ്വതമായ ജീവൻ, നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിലാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് നമ്മൾ ക്രിസ്തുവിലാണ്. നീതീകരണം സംഭവിക്കുന്നത് നമുക്ക് ക്രിസ്തുവിലാണ്. വിശുദ്ധീകരണം സംഭവിക്കുന്നത് നമുക്ക് ക്രിസ്തുവിലാണ്. ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടപ്പെടുന്നത് ക്രിസ്തുവിലാണ്. നമ്മൾ പരിപൂർണതയിലേക്ക് നടത്തപ്പെടുന്നത് യേശു ക്രിസ്തുവിലാണ്. ആത്മശക്തിയും അധികാരവും നമ്മുടെ മേൽ വരുന്നത് ക്രിസ്തുവിലാണ്. അപ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു തലമുറയുടെ നടുവിൽ യേശു ക്രിസ്തുവിലേക്ക് മാറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളായി പറഞ്ഞ്, നീതീകരണം, വിശുദ്ധീകരണം, പാപത്തിനുള്ള ക്ഷമ, അധികാരങ്ങൾ, ഇവയെല്ലാം നമുക്ക് ക്രിസ്തുവിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ നിങ്ങൾ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു എന്ന് പറയുമ്പോ ഈ വക കാര്യങ്ങളുടെ അവകാശികളും അധികാരികളും നമ്മളാകുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, എവിടെയോ ദൈവത്തിന്റെ പദ്ധതിയിൽ ചെയ്ത രക്ഷാകരണ പദ്ധതിയിലേക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ പൂർത്തിയാക്കിയ രക്ഷയുടെ പദ്ധതിയിലേക്ക് എന്നെ കയറ്റാൻ വേണ്ടി നാം എന്ത് ചെയ്തു? പൂർത്തിയാക്കപ്പെട്ട ഒരു പദ്ധതിയിലേക്ക് ഞാൻ ചെയ്തത് അത് എനിക്കാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചത് ഞാൻ വായികൊണ്ട് ഏറ്റുപറഞ്ഞു. നിങ്ങൾ എൻ്റെ ഹാലയിൽ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നോക്ക്, നമ്മൾ ആകെ ഒന്നും ചെയ്തില്ല പ്രിയരെ. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ കാൽവറിയിൽ വെളിപ്പെട്ട സകല ദൈവിക അനുഗ്രഹങ്ങളുടെയും വിടുതലുകളുടെയും അവകാശി ഞാനാക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ മേൽ മരണത്തിന് വിധിക്കപ്പെട്ട എൻ്റെ മേൽ ജീവൻ വ്യാപരിച്ചു. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എൻ്റെ മേൽ രക്ഷ വെളിപ്പെട്ടു. ഇതിന് ഞാൻ ചെയ്ത് വേറെ ഒന്നും ചെയ്തില്ല. യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. അത് എൻ്റെ ഹല്ലേലൂയ വായ് കൊണ്ട് ഞാൻ ഏറ്റുപറഞ്ഞു. റോമലേഖനം 10-ാം അധ്യായം പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവരുടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു. അപ്പോൾ വിശ്വസിച്ചത് അധരം തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എവിടെയോ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതിയിലേക്ക് ഞാൻ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടു. വേറൊന്നും എന്നെ കൊണ്ട് ദൈവം ആവശ്യപ്പെട്ടില്ല. ഒരു പ്രവാചകനും എൻ്റെ തലയിൽ കൈവച്ചില്ല. ഒരു പാസ്റ്ററും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഒരിടത്തും ഞാൻ പൈസ കൊടുത്തില്ല. ഒരിടത്തും ഞാൻ പോയി ഉരുണ്ടില്ല. ഒരിടത്തും പോയി ഞാൻ നേർച്ച കാഴ്ച വെച്ചില്ല. ഒരിടത്തും ഞാൻ പോയി വിളക്ക് വെച്ചില്ല. ദൈവം ചെയ്ത പദ്ധതിയെ ഞാനത് എനിക്കാണെന്ന് വിശ്വസിച്ചപ്പോൾ ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവം എനിക്ക് വേണ്ടി തുറന്ന വിടുതലിലേക്ക് ഞാൻ എൻട്രി ചെയ്യപ്പെട്ടു. അപ്പോൾ
വിശ്വസിക്കുന്നത് അധരം തുറന്ന് വിളിച്ചു പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മൾ കയറി. നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിച്ചത് നമ്മുടെ അധരം കൊണ്ടും നമ്മൾ വിശ്വസിച്ച ഹൃദയം കൊണ്ടുവാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിച്ചത്, നമ്മൾ റീലൊക്കേറ്റ് ചെയ്യപ്പെട്ടത്, നമ്മൾ സകല അധികാരങ്ങളിലേക്കും കയറുന്നത്, ദൈവം എനിക്ക് തുറന്ന നിത്യജീവനിലേക്ക് കടക്കുവാൻ ദൈവം ഉപയോഗിച്ചത് എൻ്റെ അധരവും എൻ്റെ ഹൃദയവും. വിശ്വസിച്ച ഒരു ഹൃദയവും വിശ്വസിച്ച അത് പറഞ്ഞ ഒരു നാവും. അപ്പോൾ എൻ്റെ അധരവും എൻ്റെ ഹൃദയം കൊണ്ടാണ് എൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ തമ്പുരാൻ ഉപയോഗിച്ചത്. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? വിവിധ ടൈം സോണുകൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു അസാധാരണ ദൈവ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്ന സമയങ്ങളാണ് നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ. നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ അധരം തുറന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതം മാറിയെങ്കിൽ അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. അത് നമുക്ക് വലിയ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടുമെന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ വിശ്വസിച്ചു. അപ്പോൾ ആ അധരവും ആ ഹൃദയവും ഇപ്പോഴും നമ്മുടെ ഉള്ളിലില്ലേ? നമ്മുടെ അധീനതയിൽ തന്നെ ഇല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയ മാറ്റം, ഏറ്റവും വലിയ വിടുതൽ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറഞ്ഞത് നരകത്തിന് അടിമയായ വിധിക്കപ്പെട്ട എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരുവന്റെ ഏറ്റവും വലിയ വിടുതൽ. എങ്ങനെങ്കിൽ ആ വിടുതലിലേക്ക് എന്നെ നടത്താൻ ദൈവം ഉപയോഗിച്ചത് എൻ്റെ അധരവും എൻ്റെ ഹൃദയവുമാണെങ്കിൽ ഉണ്ടോ? വേദപുസ്തകം പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിനെ ഇഷ്ടപ്പെടുന്നവൻ. എന്തുകൊണ്ട് നാവിന് ഇത്ര അധികാരമുണ്ട്? എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ വിശ്വാസത്തിന് ഇത്ര വലിയ ശക്തിയുണ്ട്? നമ്മുടെ ജീവിതത്തെ തിരിച്ചുവിടാൻ ദൈവം ഉപയോഗിക്കുന്നത് എൻ്റെ അധരവും എൻ്റെ ഹൃദയവുമാണെങ്കിൽ, ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, ഇന്നിൻ്റെ പ്രതിസന്ധിയിൽ തകർന്നു പോകുമെന്ന് പിശാച് വിളിച്ചു പറയുമ്പോൾ, എവിടെയോ മുടിഞ്ഞു പോകുമെന്ന് വിളിച്ചു പറയുമ്പോൾ, നരകത്തിന് വിധിക്കപ്പെട്ട നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റാൻ ദൈവം അന്ന് ഉപയോഗിച്ച അധരവും ആ ഹൃദയവും നിന്റെ കയ്യിലിരിക്കുമ്പോൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവനെ വിളിച്ചു വരുത്താനുള്ള ശക്തിയെ തുറന്നെടുക്കാൻ നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മൾ എല്ലാ പാസ്റ്റർമാരെയും വിളിക്കും. പ്രിയരെ, വിളിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണ്, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇന്ന് എന്തോ കർത്താവ് ഇങ്ങനെ പറയാൻ എനിക്കൊരു പ്രേരണ തരും. നമ്മൾ എല്ലാവർക്കും മെസ്സേജ് അയക്കും, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എല്ലാവർക്കും സിസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാൻ വിളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ തമ്പുരാൻ എന്ന് പറയുന്നു, എവിടെയോ നിങ്ങളുടെ വിടുതൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്, നിങ്ങളുടെ വിടുതൽ നിന്റെ അധരത്തിനകത്തുണ്ട്. നിന്നെ ഈ ലോകത്തിലെ സകല ഭൂത പ്രേത പിശാചുക്കളും, ഞാൻ ഇങ്ങനെ പറയും, എല്ലാ ദുരാത്മാവും നിങ്ങളെ പുറത്ത് വിടത്തില്ല എന്ന് വെച്ച് അവിടെ തലയിൽ കൈവാലി ചവിട്ടി പിടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചത് നിങ്ങളുടെ അധരവും നിങ്ങളുടെ ഹൃദയവുമാണെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷക്കെതിരെ, നിങ്ങളുടെ ഭാവിക്കെതിരെ വ്യാപരിക്കുന്ന ദുരാത്മ തലങ്ങളുടെ നടുവിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാൻ ദൈവം തന്നിരിക്കുന്നത്, വേദപുസ്തകം പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ, ഇരുളിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൽ എന്നെ തെരഞ്ഞെടുത്തു എന്ന ദൈവിക പദ്ധതി ഞാൻ മനസ്സിലാക്കി. കർത്താവേ, നീ കാൽവറിയിൽ മരിച്ചത് എനിക്ക് വേണ്ടി കിട്ടാ, കാൽവറിയിലെ സകലതും എനിക്കൂടെ അവകാശിയാ. ആദമിൽ കൂടി ഞാൻ കടന്നു വന്ന പ്രതിസന്ധിയുടെ നടുവിൽ, തകർന്നു പോയ എൻ്റെ ജീവിതത്തിന് നടുവിൽ, കർത്താവെ, ആദമിൽ നിന്ന് ഞാൻ ക്രിസ്തുവിലേക്ക് റീലൊക്കേറ്റ് ചെയ്യപ്പെടാൻ അപ്പാ നിന്റെ കാൽവറിക്ക് ക്രൂശിൽ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയം പൈശാചിക ദുഃഖങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ പറഞ്ഞു വന്ന് ദൈവരാജ്യത്തിലായെങ്കിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളായിരിക്കുന്ന ടൈം സോണിൽ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളിൽ, നിങ്ങളായിരിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ നടുവിൽ, ഇന്ന് പകലിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ